ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാണ്ട് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ആഹിലിന് കൊണ്ടുപോകാനുള്ള അരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നത്. സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും തലേന്നാണ് കേട്ടോ അരി തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുന്നത്. ഇന്നിപ്പോൾ അത്യാവശ്യം വേവ് കുറവുള്ള അരിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. 5:30 ഇട്ട് കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ കറി വെക്കാൻ പോവാം കേട്ടോ. കടലയാണ് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാനായിട്ട് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാനല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കലക്കിച്ചുട്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുട്ടാണ് കേട്ടോ. അരിയുടെ പുട്ടാണ്. എല്ലാവർക്കും പുട്ടാണ് ഇഷ്ടം. പിന്നെ ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നൊരു ഭക്ഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലക്കിച്ചുട്ട അപ്പമാണ് കേട്ടോ. കലക്കിച്ചുട്ടപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇളം ചൂടിൽ നമ്മൾ അരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി അത്യാവശ്യം ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കും. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ പറയുന്നത്. കുറച്ച് സവാള കുഞ്ഞ് പീസാക്കി കട്ടാക്കിയതും കൂടെ കുറച്ച് തേങ്ങയും ചേർക്കും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് അത് കഴിക്കാനായിട്ട്. പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ ഇഡ്ഡലി എപ്പോഴും ഞാൻ വെള്ളത്തിൽ അരിയിട്ട് വെക്കണമല്ലോ. നേരത്തെ അരിയും ഉഴുന്നൊക്കെ ഇട്ട് വെക്കണമല്ലോ. അത് എപ്പോഴും മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കൽ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള സവാളയാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. സവാള നമുക്കിപ്പോൾ 2 കാര്യത്തിനും വേണമല്ലോ. നമുക്ക് കലക്കിച്ചുട്ടപ്പത്തിനും വേണം, പിന്നെ കറിക്കും വേണം. അപ്പോൾ സവാള ഏകദേശം 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഒരുപാട് സവാള ചേർക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സവാളക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. മറ്റേത് ഒരു സവാള മുഴുവൻ അങ്ങനെ തന്നെ ഞാനൊരു കടല നമ്മൾ കറി ഉണ്ടാക്കുന്നതിനൊക്കെ ചേർക്കുമായിരുന്നു കേട്ടോ. വലിയ കുറവൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ പാക്കറ്റിലിരിക്കുന്നത് സോയാ ചങ്ക്സ് ആണ് കേട്ടോ. ഞാൻ സോയാ ചങ്ക്സ് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോയാ ചങ്ക്സ്. ഇടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊക്കെ വൈകുന്നേരമൊക്കെ ഇരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ വെറുതെ എടുത്ത് അത് മാത്രം കഴിക്കും കേട്ടോ. അത്ര ഇഷ്ടമാണ് സോയാ ചങ്ക്സ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചുകൂടി വലിയതായിട്ട് വരുമല്ലോ, അതാണ് വാങ്ങിച്ചിരുന്നത് ചേട്ടാ. ഇപ്പോൾ നമ്മുടെ കടലയുടെയൊക്കെ അത്രയും വലിപ്പമുള്ള സോയാ ചങ്ക്സ് ആണ് കേട്ടോ വാങ്ങിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. അപ്പോൾ സോയാ ചങ്ക്സിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ സോയാ ചങ്ക്സ് അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ ഇരുന്നൊന്ന് നന്നായിട്ട് കുതിർന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അധികം വേവൊന്നുമില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കലക്കിച്ചുട്ട് അപ്പത്തിനുള്ളത് കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പാൻ വെച്ചിട്ടുണ്ട്. 2 പാൻ വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആഹിലിടുന്ന അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ആഹിൽ ഞാൻ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാമൊക്കെ ഉള്ളപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവനവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻസും അവനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ IT ഒരു ചാപ്റ്ററേ ഉള്ളൂ, എങ്കിൽ പോലും ഇവർക്ക് ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എൻ്റെ കുക്കിംഗ് നടക്കുന്നുണ്ട്. അവനോടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഹിൽ ക്ലാസ്സിലേക്ക് പോയി ആലിമിനെയും കൊണ്ടുപോയി ആക്കി. ഇത് ഉച്ചയ്ക്കുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡാണ്. സോയാ ചങ്ക്സും ക്യാരറ്റ് വളർത്തിയതും ചോറ് മൂടി തുറന്നപ്പോൾ തന്നെ ആവി അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ചോറും പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഹസ്ബൻഡ് അങ്ങനെ അച്ചാറൊന്നും കഴിക്കാറൊന്നുമില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു അച്ചാറാണ്, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ്ങിൽ ചായ തിളപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ തന്നെ കുട്ടികൾ ട്യൂഷന് വന്ന് തുടങ്ങും. അപ്പോൾ ഇത്ര ഉള്ളട്ടെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.